നമ്മുടെ ജീവിതമാകുന്ന പടകിൽ നാം യേശുവിനോടുകൂടെ യാത്ര ചെയ്യുവാൻ യേശുവിൻ്റെ വിളി കേട്ട് യാത്ര തിരിച്ചവരാണ്. യേശു കൂടെ ഉള്ളതുകൊണ്ട് യാത്ര വളരെ സുഖകരമാണെന്ന് നാം വിശ്വസിക്കുന്നു. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും യേശു അതിൽ നിന്ന് നമ്മെ വിടുവിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ യേശു ഉള്ള പടകിലും കാറ്റും തിരമാലയും ആഞ്ഞടിക്കാം. ചിലപ്പോൾ ജീവിതമാകുന്ന പടക് തകർന്നു പോകും എന്ന് തോന്നുന്ന വിധം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ആകുന്ന കാറ്റുകൾ ആഞ്ഞടിച്ചേക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ലയോ എന്ന് തോന്നുന്ന അവസ്ഥകൾ ഇപ്പോൾ മാറും, വിടുതലുകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചാലും വിടുതലുകൾ കാണാത്ത അവസ്ഥകൾ, വീണ്ടും പ്രശ്നങ്ങൾ വർദ്ധിക്കും, ദൈവം കൈവിട്ടോ മറുപടി ലഭിക്കുകയില്ലയോ എന്ന് തോന്നാം. അതായത് നമ്മുടെ വിശ്വാസം കുറയുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ നമ്മുടെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് ഒരു കുറവും സംഭവിക്കരുത്. ക്രിസ്തുവിൻ്റെ വാക്ക് കേട്ടാണ് നാം യാത്ര തിരിച്ചതെങ്കിൽ, ക്രിസ്തു നമ്മുടെ പടകിൽ അതായത് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ നമ്മെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുവന്നെത്തിക്കും. വിളിച്ചിറക്കിയിട്ട് വഴിയിൽ നശിച്ചു പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അധൈര്യപ്പെടാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ വിടുതലുകൾ ലഭിക്കുവോളം ഉറച്ചു നിൽക്കുവാൻ ദൈവകൃപയ്ക്കായി ദൈവത്തിൽ ആശ്രയിക്കണം. എത്ര വലിയ ആപത്തുകൾ വന്നാലും യേശു കൂടെയുണ്ടെങ്കിൽ ഒരു ദോഷവും സംഭവിക്കുകയില്ല. അവൻ അറിയാതെ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ലെന്നും ഉള്ള ഉറച്ച വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവൻ തക്ക സമയത്ത് എഴുന്നേറ്റ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കാറ്റിനോ തിരമാലകൾക്കോ യേശുവിനെ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ശിഷ്യന്മാരുടെ നിലവിളിക്ക് മുമ്പിൽ അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ ഏതു വലിയ പ്രതികൂലങ്ങൾക്കും മധ്യേ തൻ്റെ മക്കളുടെ പ്രാർത്ഥനയ്ക്ക് നിലവിളിക്ക് മുമ്പിൽ അവൻ മറുപടിയുമായി കടന്നു വരും. അതുകൊണ്ട് നാം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തു നമ്മുടെ ജീവിതമാകുന്ന പടകിൽ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. ക്രിസ്തുവുമായുള്ള ബന്ധവും വിശ്വാസവും ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ വിളി കേട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ജീവിത യാത്രയിൽ എന്ത് പ്രതികൂലങ്ങൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും പ്രാർത്ഥനയോടെ വിശ്വാസത്താൽ കാത്തിരുന്നാൽ ആ പ്രതികൂലങ്ങളെ നമുക്ക് അനുകൂലമാക്കി അനുഗ്രഹമായി ദൈവം നമ്മെ വഴി നടത്തും.